ഹലോ, പ്രിയപ്പെട്ടവരെ, ഒരു കൊച്ചു മിമിക്രി അവതരിപ്പിക്കുകയാണ്. പ്രഭാതം പൊട്ടിവിടരുന്ന ശബ്ദം നമ്മൾ മിമിക്രിക്കാരിലൂടെ ഒരുപാട് കേട്ടിട്ടില്ല. എന്നാൽ പ്രവാസിയുടെ പ്രഭാതം പൊട്ടിവിടരുന്ന ശബ്ദം അല്പം വ്യത്യസ്തമായിരിക്കും. പുലർച്ചെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്ന സമയത്ത് അലാറം സെറ്റ് ചെയ്തിട്ടാണ് പലരും ഉള്ളത്. മുമ്പ് കാലഘട്ടത്തിലായിരുന്ന ടൈം പീസ്, നമ്മൾ ചായ കൊടുക്കുന്ന ടൈം പീസ്, അത് നമ്മൾ ഹോസ്റ്റലിലൊക്കെ ആയ സമയത്ത് 4 മണിക്ക് അലാറം വെച്ചാൽ 4 മണിക്ക് അലാറം അടിക്കുന്നതിന് 2 മിനിറ്റ് നമ്മൾ എണീക്കും. കാരണം അത്രയും ഘോരമായ ശബ്ദമാണ് എൻ്റെ ശബ്ദം. നമുക്ക് നോക്കാം. അല്പം ടെക്നോളജി പുരോഗമിച്ചപ്പോൾ നമ്മുടെ ബാറ്ററി ഇടുന്ന ചെറിയ ടൈം പീസ്, ചെറിയ ഇലക്ട്രോണിക്, അത് നമുക്ക് നോക്കാം. ഇപ്പോൾ മൊബൈലിലാണല്ലോ ടൈം സെറ്റ് ചെയ്യുന്നത്. രാത്രി കിടക്കുന്ന നേരത്ത് എല്ലാ ചാനലെല്ലാം കണ്ടതിന് ശേഷം ലാസ്റ്റ് അങ്ങനെ പ്രഭാതം കഴിഞ്ഞു. ഞാൻ നേരെ എത്തിയത് ക്യാറ്റ് ഫെസ്റ്റിൻ്റെ വേദിയിലേക്കാണ്. അതെത്തിയപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാം. हमारे देशवासियों, मैं ये जो देख रहे हैं ना, ये केरल का पूरा लोग इस कैंपस में सभी आ चुका है. सभी के लिए मेरा आशीर्वाद चाहिए कि नहीं? बोलिए ना, चाहिए या नहीं? ഇത് കഴിഞ്ഞെത്തിയത് ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറാണ്. Actually, I tried to open the innings. We got the bat first, and the ball was not coming to the bat. Unfortunately, I couldn't bat, and the ball was not coming into contact, and I got dismissed very soon. ഈ ഡിസ്മിസ്സായ വാർത്ത കേട്ടാൽ സങ്കടം വരുന്ന എന്ത് വാർത്തക്കും ഒരു നെഗോഷിയേറ്ററായിട്ട്, ഒരു മീഡിയേറ്ററായിട്ട് നമ്മുടെ മുന്നിലുണ്ടായിരുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഈ വാർത്ത കേട്ടത്. അതൊക്കെ ഇപ്പോൾ വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല. കളിയാകുമ്പോൾ അതിൽ തോൽക്കും ജയിക്കും ഒക്കെ ചെയ്യും. അതൊന്നും ഇപ്പം ഇവിടെ അങ്ങനെ ചോദിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ട. അത് പ്രതിപക്ഷ നേതാവ് ആൾറെഡി അതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വ്യവസായ വകുപ്പ് ഭരിച്ച സമയത്താണ് ക്രിക്കറ്റ് ഒരു ബിസിനസ്സായി ഇവിടെ വന്നു. വ്യവസായം കേട്ടപ്പോൾ നമ്മുടെ പ്രവാസി വ്യവസായി അതിലേക്ക് എത്തുകയാണ്. ഞങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളോടും എല്ലാവരോടും, ഒരു ചെറിയ വ്യവസായി എന്നത് ഞാനൊരു കച്ചവടക്കാരൻ മാത്രമാണ്. കേരളത്തിലെ അങ്ങോട്ടുമില്ലാതെ ബിസിനസ് വളർത്തിക്കൊണ്ടുവരിക, ഓരോ വീട്ടിലും ഒരു ബിസിനസ്സുകാരൻ എന്നുള്ളതാണ് ഇന്ത്യൻ കോച്ച് സ്വപ്നം. അടുത്തായി കുറച്ച് ഗായകരുടെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കാം. SP ബാലസുബ്രഹ്മണ്യം മലയാളത്തിലെ പാട്ട് അദ്ദേഹം പാടാറുണ്ട്. മഴമേഘമേ കുളിർക്കൊണ്ടുവാ ഒരു ചെങ്കുറിഞ്ഞിപ്പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാം. ഇതേ പാട്ട് ഉദിത് നാരായൺ പാടുകയാണ്. ഉദിത് നാരായണൻ്റെ പാട്ടിൽ ഹിന്ദിയിൽ എഴുതി പഠിക്കുന്നതുകൊണ്ട് അവസാനത്തെ അക്ഷരം മിക്കവാറും ഈ കാര്യത്തിലായിരിക്കും. മഴമേഘമേ കുളിർക്കൊണ്ടുവാ ഈ ചെങ്കുറിഞ്ഞിപ്പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാം. താങ്ക് യു വെരി മച്ച്.